എവ്രിവൺ, ലേൺ സിമാറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നോക്കാം. ഏത് പരീക്ഷയായാലും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഡിഗ്രി പ്രിലിംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ക്ലാസ് എന്തായാലും കാണുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. സ്റ്റഡി ഓഫ് സൗണ്ട് ആൻഡ് സൗണ്ട് വേവ്സ്. സ്റ്റഡി ഓഫ് സൗണ്ട് ആൻഡ് സൗണ്ട് വേവ്സ്. അക്വസ്റ്റിക്സ്. സ്റ്റഡി ഓഫ് സൗണ്ട് ആൻഡ് സൗണ്ട് വേവ്സ്. സ്റ്റിക്സ് എന്ന് ആലോചിക്കുക കേട്ടോ, സ്റ്റിക്സ്. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കില്ല, നമുക്ക് വടി വെച്ച് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാം. അപ്പൊ അക്വസ്റ്റിക്സ്. സ്റ്റഡി ഓഫ് സൗണ്ട് ആൻഡ് സൗണ്ട് വേവ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ. സ്റ്റഡി ഓഫ് എവല്യൂഷൻ ഓഫ് മാൻകൈൻഡ്. മനുഷ്യപരിണാമത്തിനെ കുറിച്ചുള്ള പഠനമാണ് ആന്ത്രോപോളജി. ആന്ത്രോപോളജി നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം കേട്ടോ. ആന്ത്രോപോളജി, എവല്യൂഷൻ ഓഫ് മാൻകൈൻഡ്. നെക്സ്റ്റ് വൺ. സ്റ്റഡി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ള പഠനമാണ് ഡെമോഗ്രഫി. നമ്മൾ സ്റ്റാറ്റിയിൽ ഇങ്ങനെ ഗ്രാഫുകളൊക്കെ വരച്ചിട്ട് നമ്മളിങ്ങനെ ഡെമോ കാണിക്കില്ലേ, അങ്ങനെ ആലോചിക്കാം കേട്ടോ. അപ്പോൾ ഡെമോഗ്രഫി എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ. സ്റ്റഡി ഓഫ് ഒറിജിൻ, സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് റോക്സ്. സ്ട്രക്ചറും കോമ്പോസിഷനും റോക്കുകളെ കുറിച്ചുള്ള പഠനമാണ് പെട്രോളജി. പെട്രോൾ കൊടുക്കുക കേട്ടോ, പെട്രോൾ. പെട്രോൾ നമ്മൾ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കാന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ സ്റ്റഡി ഓഫ് കോമ്പോസിഷൻ ഓഫ് റോക്സ് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോളജി. പെട്രോളജി. Okay, next one. Study of religion. Religion theology. Religion തീ ആണെന്ന് ആലോചിക്കുക കേട്ടോ. തിയോളജി. റിലീജിയൻ തീ ആണ്. അപ്പൊ സ്റ്റഡി ഓഫ് റിലീജിയൻ തിയോളജി. ഓക്കെ, നെക്സ്റ്റ് വൺ. സ്റ്റഡി ഓഫ് ഇൻലൻഡ് വാട്ടേഴ്സ്. സ്റ്റഡി ഓഫ് ഇൻലൻഡ് വാട്ടേഴ്സ്, അത് ലിംനോളജി ആണ്. ലിംനോളജി ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഇൻലൻഡ് വാട്ടേഴ്സ്, അതേപോലെ തന്നെ റോക്സ്, പെട്രോളജി, ലിംനോളജി ഒക്കെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെക്കുക. ഇൻലൻഡ് വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ റിവേഴ്സ്, ലേക്സ്, ബാക്ക് വാട്ടേഴ്സ് അതിന്റെ ഒക്കെ പഠനമാണ് കേട്ടോ, ലിംനോളജി. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് അക്വസ്റ്റിക്സ് പഠിച്ചു, ആന്ത്രോപോളജി ഓർത്തെടുക്കുക, ഡെമോഗ്രഫി, പെട്രോളജി, തിയോളജി, ലിംനോളജി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെറ്റിലേക്ക് പോവാം. അടുത്തത് സ്റ്റഡി ഓഫ് ഇലക്ഷൻ ട്രെൻഡ്സ്. ഇലക്ഷന്റെ ട്രെൻഡുകളെ കുറിച്ചുള്ള പഠനമാണ് സെഫോളജി. ഓർത്തു വെക്കുക കേട്ടോ, സെഫോളജി. എലക്ഷൻ സെഫോളജി. ഇലക്ഷൻ ട്രെൻഡിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് സെഫോളജി. ഓക്കെ, നെക്സ്റ്റ് വൺ. സ്റ്റഡി ഓഫ് ലാംഗ്വേജസ്. ഭാഷകളെ കുറിച്ചുള്ള പഠനം ലാംഗ്വേജസ്. ഫിലോളജി. അപ്പൊ സെഫോളജി എലക്ഷൻ, ഫിലോളജി ലാംഗ്വേജസ് കേട്ടോ, ഫിലോളജി ലാംഗ്വേജസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. സ്റ്റഡി ഓഫ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഏജിങ്ങിനെ കുറിച്ചുള്ള പഠനം ജെറോണ്ടോളജി. ഏജിങ്. അപ്പൊ സെഫലോളജി എന്താണ്, എലക്ഷൻ ട്രെൻഡ്. പിന്നെ ഫൈലോളജി എന്ന് പറയുന്നത് ലാംഗ്വേജസ്. പിന്നെ ഏജിങ് എന്ന് പറയുന്നത് ജെറോണ്ടോളജി. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ സയൻസ് ഓഫ് ടൈം ഓർഡർ. ഈ ടൈം ഓർഡർ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഒക്കെ എടുക്കാം, അതൊക്കെ ഏതൊക്കെ സമയം നടന്നു, അത് നടന്നതിന്റെ ഓർഡർ, അതിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് ക്രോണോളജി കേട്ടോ, ക്രോണോളജി. അപ്പൊ ടൈം ഓർഡർ അല്ലെങ്കിൽ ഇവന്റ്സ് ഏതൊക്കെ ഓർഡറിലാണ് നടന്നത്, ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഏതൊക്കെ സമയങ്ങളിൽ, ഏതൊക്കെ വർഷം, ഏതൊക്കെ ഓർഡറിൽ നടന്നു, അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാഖയാണ് ക്രോണോളജി കേട്ടോ, ക്രോണോളജി. അപ്പൊ നമ്മൾ സെഫോളജി പഠിച്ചു, ഫൈലോളജി പഠിച്ചു, ലാംഗ്വേജസ്. പിന്നെ ഏജിങ്, ജെറോണ്ടോളജി പഠിച്ചു. പിന്നെ ടൈം ഓർഡർ, ക്രോണോളജി. നെക്സ്റ്റ് സ്റ്റഡി ഓഫ് റിവേഴ്സ്, പോട്ടമോളജി കേട്ടോ, സ്റ്റഡി ഓഫ് റിവേഴ്സ്, പോട്ടമോളജി. ഓക്കെ, അതൊക്കെ ഓർത്തു വെക്കും. ഇപ്പൊ നമ്മൾ ഇൻലൻഡ് വാട്ടേഴ്സ് പഠിച്ചു നേരത്തെ കേട്ടോ. അപ്പൊ ഇത് റിവേഴ്സിന്റെ സ്റ്റഡിയാണ് പോട്ടമോളജി. ഇൻലൻഡ് വാട്ടേഴ്സ് ആണെങ്കിൽ ലിംനോളജി കേട്ടോ, ഓർത്തെടുക്കുക. അപ്പൊ സെഫോളജി, ഫൈലോളജി, ജെറോണ്ടോളജി, ക്രോണോളജി, പോട്ടമോളജി. നമുക്ക് നെക്സ്റ്റ് സെറ്റിലേക്ക് പോവാം. അടുത്തത് നമുക്ക് കുറച്ച് ഫോബികൾ പഠിക്കാം. ഫിയർ കേട്ടോ. ആദ്യത്തെ ഫിയർ ഓഫ് ക്ലോസ്ഡ് സ്പേസ്, അടച്ചിട്ട മുറി. ക്ലോസ്ഡ് സ്പേസിനെ കുറിച്ചുള്ള ഫിയർ ആണ് ക്ലോസ്ട്രോഫോബിയ. ക്ലോസ്ഡ് എന്ന് ഓർക്കുക കേട്ടോ, ക്ലോസ്ട്രോഫോബിയ, അടച്ച മുറി, അതിന്റെ ഒരു ഭയം. ഫിയർ ഓഫ് ക്ലോസ്ഡ് സ്പേസിനാണ് ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ ക്ലോസ്ഡ്, ക്ലോസ്ട്രോ അങ്ങനെ ആലോചിക്കാം.
കേട്ടോ. നെക്സ്റ്റ് ഫിയർ ഓഫ് സ്നേക്സ്, ഓഫിയോഫോബിയ, ഓഫിയോഫോബിയ, ഓഫിയോഫോബിയ കേട്ടോ. ഓഫിയോ സ്നേക്സിന്റെ ഫിയർ ആണ് ഓഫിയോഫോബിയ. നെക്സ്റ്റ് വൺ ഫിയർ ഓഫ് ബീയിങ് വിത്തൗട്ട് യുവർ മൊബൈൽ ഫോൺ, മൊബൈൽ ഫോൺ ഇല്ലാതെ ഇരിക്കേണ്ടി വരും, ആ ഒരു ഭയം, അതാണ് നോമോഫോബിയ, നോമോഫോബിയ. നോ മോർ ഫോൺ, ഫോൺ ഇല്ല അങ്ങനെ ആലോചിക്കാം കേട്ടോ. നോമോഫോബിയ എന്താണ്, മൊബൈൽ ഫോൺ, വിത്തൗട്ട് യുവർ മൊബൈൽ ഫോൺ, മൊബൈൽ ഫോൺ ഇല്ലാണ്ട് ഇരിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം, അതാണ് നോമോഫോബിയ കേട്ടോ. അപ്പൊ നമ്മൾ ക്ലോസ്ട്രോഫോബിയ, ക്ലോസ്ഡ് സ്പേസ്, അടച്ചിട്ട മുറി. നെക്സ്റ്റ് ഓഫിയോ, ഓഫിയോ എന്ന് പറയുമ്പോൾ സ്നേക്സ് കേട്ടോ. ഓഫിയോ എന്ന് പറയുമ്പോൾ സ്നേക്സ്. പിന്നെ മൊബൈൽ ഫോണിന്റെ നോമോഫോബിയ, നോമോഫോബിയ. നെക്സ്റ്റ് ഫിയർ ഓഫ് വർക്ക്, എർഗോഫോബിയ, എർഗോഫോബിയ. ഫിയർ ഓഫ് വർക്ക് ആണ് എർഗോഫോബിയ, എർഗ് വർക്ക് എന്ന് ആലോചിക്കുക കേട്ടോ. എർഗോഫോബിയ, ഫിയർ ഓഫ് വർക്ക്. നെക്സ്റ്റ് ഫിയർ ഓഫ് വേർഡ്സ്, ലോഗോഫോബിയ. നമ്മളിപ്പം കമ്പ്യൂട്ടറിലേക്കൊക്കെ ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് അടിക്കണ്ടേ, വേർഡ്സ് അടിക്കണ്ടേ, അങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പൊ ലോഗോഫോബിയ, ലോഗിൻ ചെയ്യുമ്പോൾ വേർഡ്സ് അടിക്കണം. അപ്പൊ ഫിയർ ഓഫ് വേർഡ്സ് എന്നുള്ളത് ലോഗോഫോബിയ. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ക്ലോസ്ഡ് സ്പേസ് ക്ലാസ്ട്രോഫോബിയ, സ്നേക്സ് ഓഫിയോഫോബിയ, പിന്നെ മൊബൈൽ ഫോണിന്റെ നോമോഫോബിയ, വർക്ക് എർഗോഫോബിയ, വേർഡ്സ് ലോഗോഫോബിയ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെറ്റ് നോക്കാം. അടുത്തത് വൺ ഹൂ ഡസ് നോട്ട് യൂസ് ആൽക്കഹോൾ, ടീറ്റോറ്റോളർ. അതായത് ആൽക്കഹോൾ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ പറയുന്ന പേരാണ് ടീറ്റോറ്റോളർ. ഇതിന്റെ സ്പെല്ലിംഗ് കൂടെ ഒന്ന് ഓർത്തു വെക്കുക, ടീറ്റോറ്റോളർ, ടീറ്റോറ്റോളർ. ഓക്കെ, നെക്സ്റ്റ് എ പ്ലേസ് വേർ മോങ്സ് ലീവ്, മൊണാസ്ട്രി നമ്മൾ കേട്ടിട്ടുണ്ടാവും. മൊണാസ്ട്രി സന്യാസികൾ താമസിക്കുന്ന സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരാണ് മൊണാസ്ട്രി, മൊണാസ്ട്രി. മോങ്സ് ലീവ് ചെയ്യുന്ന സ്ഥലമാണ് മൊണാസ്ട്രി, മൊണാസ്ട്രി, മൊണാസ്റ്ററി. കണ്ടോ, അതൊക്കെ സ്പെല്ലിംഗും കൂടെ ഒന്ന് ഓർത്തു വെക്കാം. എ തിങ് നോ ലോങ്ങർ ഇൻ യൂസ്, നമ്മൾക്ക് ഉപയോഗമില്ലാത്ത ഒരു സാധനം, അതിനെ പറയുന്നതാണ് അബ്സൊല്യൂട്ട്, അബ്സൊല്യൂട്ട്, ഒബ്സൊല്യൂട്ട്. അപ്പൊ നമുക്ക് യൂസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ ഉപയോഗിക്കാതെ ഇങ്ങനെ കിടക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അബ്സൊല്യൂട്ട് എന്ന് പറയാം കേട്ടോ. അപ്പൊ ടീറ്റോറ്റോളർ സ്പെല്ലിംഗും കൂടെ പഠിച്ചു വെക്കണേ. ടീറ്റോറ്റോളർ എന്ന് പറയുന്നത് ആൽക്കഹോൾ ഉപയോഗിക്കാത്ത ആള്. മൊണാസ്ട്രി നമുക്കറിയാം, മോങ്സ്, മൊണാസ്ട്രി, മോങ്സ്, മൊണാസ്ട്രി. അബ്സൊല്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് അല്ലാത്ത ഒരു കാര്യം, തിങ്സ് നോ ലോങ്ങർ ഇൻ യൂസ്. ഓക്കെ, നെക്സ്റ്റ് ടേൺ കോട്ട്, ടേൺ കോട്ട്, ടേൺ കോട്ട് എന്ന് പറയുമ്പോൾ സൈഡ് ചേഞ്ച് ചെയ്യാം. വൺ ഹൂ ചേഞ്ചസ് സൈഡ്സ്, കാല് മാറുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, സൈഡ് മാറുക, പക്ഷം മാറി പിടിക്കുക കേട്ടോ. അപ്പൊ വൺ ഹൂ ചേഞ്ച് സൈഡ്സ് ആണ് ടേൺ കോട്ട്, ടേൺ കോട്ട്, ടേൺ കോട്ട്. ഓക്കെ, വൺ ഹൂ ഡൗട്ട്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം, ഡൗട്ട്സ്, ഡൗട്ട് ചെയ്യുന്ന ആളാണ്, സംശയമാണ്, ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, സംശയമാണ്. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ പറയുന്ന പേരാണ് അഗ്നോസ്റ്റിക്, അഗ്നോസ്റ്റിക് കേട്ടോ, തെറ്റിപ്പോരുത്. വൺ ഹൂ ഡൗട്ട്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ആണ്, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന ആളാണ് അഗ്നോസ്റ്റിക്, അഗ്നോസ്റ്റിക്. അതേസമയം ഗോഡിന്റെ എക്സിസ്റ്റൻസ് ഇല്ല, അല്ലെങ്കിൽ എന്താ പറയാ, ബിലീവ് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പേഴ്സൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ്, ഡസ് നോട്ട് ബിലീവ് കേട്ടോ, അത്തീസ്റ്റ് ആണ്. അപ്പോൾ ഈശ്വര വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ ഗോഡ് ഇല്ല എന്ന് പറയുന്ന ഒരാളാണ് അത്തീസ്റ്റ്. ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, സംശയമാണ്, സംശയമുള്ള ആളാണ് അഗ്നോസ്റ്റിക്. അത് ഓർത്ത് വെക്കുക കേട്ടോ, ഡൗട്ട് ചെയ്യുന്ന ആളാണ് അഗ്നോസ്റ്റിക്. അതേസമയം ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരാളാണ് അത്തീസ്റ്റ്. ഓക്കെ, വൺ ഹൂ ക്വസ്റ്റ്യൻസ് എവറിത്തിങ്, സിനിക്. ഇതൊക്കെ ഓർത്ത് വെക്കുക, ഈ അത്തീസ്റ്റ്, അഗ്നോസ്റ്റിക്, സിനിക് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ വൺ ഹൂ ക്വസ്റ്റ്യൻസ് എവറിത്തിങ്, അതാണ് സിനിക്. നമ്മളൊരു നെഗറ്റീവ് സെൻസിലാണ് പറയാം, അതായത് എല്ലാത്തിനെയും ചോദ്യം ചെയ്യാം. ഓക്കെ, എല്ലാം ഇതിങ്ങനെയാണോ അങ്ങനെയാണോ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു നെഗറ്റീവ് സെൻസിലാണ് നമ്മൾ സിനിക് എന്ന് പറയുന്നത് കേട്ടോ. വൺ ഹൂ ക്വസ്റ്റ്യൻസ് എവറിത്തിങ്. ഓക്കെ, അതാണ് സിനിക്. അപ്പൊ നമ്മൾ ടീറ്റോറ്റോളർ പഠിച്ചു, മൊണാസ്ട്രി പഠിച്ചു, അബ്സല്യൂട്ട് പഠിച്ചു, ടേൺ കോട്ട് പഠിച്ചു, അഗ്നോസ്റ്റിക്കും അത്തീസ്റ്റും കമ്പയർ ചെയ്ത് പഠിക്കുക, പിന്നെ സിനിക്. ഓക്കെ, നെക്സ്റ്റ്
ഈ ഒരു സെറ്റ് നിങ്ങളും എന്തായാലും പഠിക്കുക. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എ ഗവൺമെന്റ് ബൈ ദ പീപ്പിൾ, ഇത് നമുക്കറിയാം. ബൈ ദ പീപ്പിൾ ഡെമോക്രസിയാണ്, നമുക്ക് തെറ്റില്ല. ബൈ ദ പീപ്പിൾ ഡെമോക്രസിയാണ്. ഇനി നോക്കൂ, ഗവൺമെന്റ് ബൈ ദി ഒഫീഷ്യൽസ് റൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബ്യൂറോക്രസി എന്ന് പറയും. അപ്പൊ സ്പെല്ലിങ്ങിലൊക്കെ നമ്മൾ ബ്യൂറോക്രസി പഠിച്ചു വെക്കുക കേട്ടോ. ബ്യൂറോക്രസി. അപ്പൊ ബൈ ദ പീപ്പിൾ ഡെമോക്രസി, ഒഫീഷ്യൽസ് ആണെങ്കിൽ ബ്യൂറോക്രസി. അതേസമയം ഗവൺമെന്റ് ബൈ എ കിങ് ഓർ ക്യൂൻ, ഒരാൾ ഭരിക്കുന്നു, ഒരു രാജാവോ രാജ്ഞിയോ ഭരിക്കുന്നെങ്കിൽ നമ്മൾ അതിനെ മൊണാർക്കി എന്ന് പറയും കേട്ടോ. മൊണാർക്കി. അപ്പൊ ബ്യൂറോക്രസി ഒഫീഷ്യൽ, മൊണാർക്കി കിങ്ങോ ക്യൂനോ. ഓക്കെ. ഇനി എ ഗവൺമെന്റ് ബൈ ദ റിച്ച് ആയിട്ടുള്ളവരാണ് ഗവേൺ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ പ്ലൂട്ടോക്രസി എന്ന് പറയും. പ്ലൂട്ടോ ആലോചിക്കുക. പ്ലൂട്ടോ ഇപ്പൊ ഗ്രഹമല്ല, എന്നാലും നമ്മൾ ആലോചിക്കുക, വളരെ അകലെ നിൽക്കുന്ന ഒരു ഇതാണ് പ്ലൂട്ടോ. അപ്പൊ പ്ലൂട്ടോയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമുക്ക് നല്ല കാശ് ചെലവാകുന്ന ആലോചിക്കുക കേട്ടോ. അപ്പൊ വളരെ റിച്ച് ആയിട്ടുള്ളവർക്ക് പ്ലൂട്ടോയിൽ പോകാൻ പറ്റുള്ളൂ, അങ്ങനെ ആലോചിക്കണേ. അപ്പൊ ഗവൺമെന്റ് ബൈ ദ റിച്ച് പ്ലൂട്ടോക്രസി, റിച്ച് ആയിട്ടുള്ളവർക്ക് പ്ലൂട്ടോയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ റിച്ചിന്റെ ഗവൺമെന്റ്, റിച്ച് ആയിട്ടുള്ളവർ ഗവേൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? പ്ലൂട്ടോക്രസി. ബൈ ദ പീപ്പിൾ ഡെമോക്രസി, ഒഫീഷ്യൽസ് ആണെങ്കിൽ ബ്യൂറോക്രസി, കിങ്ങോ ക്യൂനോ ആണെങ്കിൽ മൊണാർക്കി കേട്ടോ. ക്യൂൻ, മൊണാർക്കി. ഓക്കെ. റിച്ച് ആണെങ്കിൽ പ്ലൂട്ടോക്രസി. ഓക്കെ. നെക്സ്റ്റ്, ഗവൺമെന്റ് ബൈ ദ ഫ്യൂ, ഒരു കൂട്ടം ആൾക്കാർ, കുറച്ച് പേര് ഗവേൺ ചെയ്യുക, അതാണ് ഒളിഗാർക്കി. കുറച്ച് പേര്, ഫ്യൂ. അപ്പൊ ഒളിഗാർക്കി. ഓക്കെ, ഒളിഗാർക്കി. ഗവൺമെന്റ് ബൈ ഒന്ന്, ഓട്ടോക്രസി. ഓട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫായിട്ട് അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നല്ലോ, ഓട്ടോ തന്നെ. അപ്പൊ അങ്ങനെ ആലോചിക്കുക. ഗവൺമെന്റ് ബൈ ഓട്ടോക്രസി. ഓക്കെ. ഗവൺമെന്റ് ബൈ ദ നോബിൾസ്, അരിസ്റ്റോക്രസി. നമ്മൾ അരിസ്റ്റോക്രാറ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ ഗവൺമെന്റ് ബൈ ദ നോബിൾസ്, അരിസ്റ്റോക്രസി. അപ്പൊ ഡെമോക്രസി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ഡെമോക്രസി ബൈ ദ പീപ്പിൾ ആണ്, കാണാതെ പറഞ്ഞു നോക്കുക. ബ്യൂറോക്രസി ഒഫീഷ്യൽസ്, മൊണാർക്കി കിങ് ഓർ ക്യൂൻ, പ്ലൂട്ടോക്രസി റിച്ച്, ഒളിഗാർക്കി ആണെങ്കിൽ ഫ്യൂ, ഔട്ടോക്രസി ആണെങ്കിൽ അരിസ്റ്റോക്രസി ആണെങ്കിൽ നോബിൾസ്. ഓക്കെ. അപ്പൊ ഗവൺമെന്റ് ബൈ പീപ്പിൾ, ഒഫീഷ്യൽസ്, കിങ് ഓർ ക്യൂൻ, റിച്ച്, ഫ്യൂ, നോബിൾസ്. ഈ ഒരു ഭാഗം എന്തായാലും പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ, എ പേഴ്സൺ ഹൂ ലവ്സ് എവ്രിവൺ, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരാള്, അങ്ങനെയുള്ള ഒരാളെ നമ്മൾ പറയുന്ന പേരാണ് അൾട്രൂയിസ്റ്റ്. എ പേഴ്സൺ ഹൂ ലവ്സ് എവ്രിവൺ, അൾട്രൂയിസ്റ്റ്. A person who easily believes, credulous ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് പെട്ടെന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും, അയാളെ കബളിപ്പിക്കാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ ഈസിലി ബിലീവ് ചെയ്യുന്നവരെ നമ്മൾ ക്രെഡുലസ് ആണെന്ന് പറയും. ഓക്കെ. അൾട്രൂയിസ്റ്റ് ലവ്സ് എവരിവൺ, ക്രെഡുലസ് ഈസിലി ബിലീവ്സ്. ഓക്കെ. അവൻ ഭയങ്കര ക്രെഡുലസ്, എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും കേട്ടോ, അതാണ് ക്രെഡുലസ്. ഓക്കെ. നെക്സ്റ്റ് വേർഡ് ആണ് ബിഗോട്ട്. someone who doesn't tolerate people of different races or religions. തന്റെ ഒരു മതമോ കുലമോ അല്ലാത്ത ഒരാളെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ അവർക്ക് സഹിക്കാൻ, അങ്ങനെ ഒരു ആൾക്കാരെ നമുക്ക് ടോളറേറ്റ് ചെയ്യാനേ പറ്റില്ല. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ബിഗോട്ട് എന്ന് പറയും. ബിഗോട്ട് കേട്ടോ. അപ്പൊ സ്വന്തം മതമോ ജാതിയോ കുലമോ അല്ലാത്ത ഒരാളെ ഒരിക്കലും അംഗീകരിക്കാത്ത, സഹിക്കാത്ത ഒരു ആളെ, ടോളറേറ്റ് ചെയ്യാത്ത ഒരാളെയാണ് നമ്മൾ ബിഗോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ബിഗോട്ടിന്റെ സ്പെല്ലിംഗ് കൂടെ ഓർത്ത് വെക്കണേ, ബിഗോട്ട്. ഓക്കെ. നെക്സ്റ്റ്, സ്പീച്ച് മെയ്ഡ് വിത്തൗട്ട് പ്രിപ്പറേഷൻ, ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ട് ഉള്ള ഒരു സ്പീച്ച്, അതാണ് എക്സ്റ്റെംപോർ. ഈ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനമാണെന്നേ തോന്നില്ല, ഈ എക്സ്റ്റെംപോർ കേട്ടോ, വേറെ എന്തോ ആണെന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ എക്സ്റ്റെംപോർ എന്ന് പറഞ്ഞാൽ എന്താ? സ്പീച്ച് മെയ്ഡ് വിത്തൗട്ട് പ്രിപ്പറേഷൻ കേട്ടോ. പ്രിപ്പറേഷൻ ഇല്ലാതെ നമ്മൾ സ്പീച്ച് ഡെലിവറി ആണെങ്കിൽ അതിനെ നമുക്ക് എക്സ്റ്റെംപോർ എന്ന് വിളിക്കാം. അപ്പൊ അൾട്രൂയിസ്റ്റ് ഓർത്തെടുക്കുക, ക്രെഡുലസ്, ബിഗോട്ട്, എക്സ്റ്റെംപോർ കേട്ടോ. അപ്പൊ ഇത്രയും വാക്കുകളാണ്, ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് നല്ലോണം പഠിക്കാം. ഓക്കെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.